പ്രിയപ്പെട്ടവരെ നമസ്കാരം. പ്രതികരണം പരിപാടിക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ നോക്കിയിരിക്കുന്നു? ചേട്ടനല്ല പറഞ്ഞ നോക്കണം. മഴ വരുന്നുണ്ട് ഭയങ്കരമായിട്ട്. ഞങ്ങൾ അതിന് മുന്നേ എടുത്ത് കഴിക്കാൻ ഇരിക്കുന്നത്. ഇത് ശരിക്കുള്ളതാ? എന്താ ചേട്ടനല്ല പറഞ്ഞ പ്രിയപ്പെട്ട നമസ്കാരം മാത്രം പറഞ്ഞിട്ട് നോക്കാനാന്ന് എന്നെ പറ്റിച്ചതല്ലേ? ഞാൻ മഴ വരണ്ടെന്ന് പറയാൻ വേണ്ടിട്ട് നിന്നായിരുന്നു. അനിൽ ഗോപി സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായൊരു വെർഷൻ ഇതാദ്യ. ഇപ്പോൾ കുട്ടിയുടെ ഭർത്താവ് ഇപ്പോഴും കുട്ടിയുടെ കൂടെ തന്നെ കഴിയുന്നു. അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയുക, ഇതിന് പരിഹാരമില്ല, ഇറ്റ്സ് ഇൻക്യൂറബിൾ. അപ്പൊ നീ എൻ്റെ ഒപ്പം ജീവിക്കുന്നത് ഭയങ്കര അപകടമാണെന്ന് എനിക്ക് അർത്ഥം അല്ലേ? ചേട്ടന് ഭയങ്കര അപകടമാണെന്നാണ് അനിൽ ഗോപി പറയണത്. തിരിച്ചാണ് വേണ്ടത്. തിരിച്ചാണ് വേണ്ടത് ചേട്ടൻ സമ്മതിച്ചാ? അല്ല, അങ്ങനെ പറയേണ്ടതെന്ന് അങ്ങനെയാണ് ആള് ഉദ്ദേശിച്ചത്. അതെ, അത് സിനിമ ഡയലോഗ് അങ്ങനെയാണ് പകർത്തി എഴുതിയപ്പോ അങ്ങനെ ചെയ്ത് മാത്രം. ഭയങ്കര രസമായിട്ട് കമന്റ്. അതെ. അടുത്തത് ബിന്ദു ധനജൻ. സരിത കടയിൽ പോയി വരുമ്പോഴേക്കും അജു എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് ദൈവത്തിനറിയാം. ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഭീഷണിപ്പെടുന്നത് നല്ലതാ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഡിവോഴ്സിന് ഇത്രയൊക്കെ മതിയിട്ടാ അജുവേ. ഇത്രയൊക്കെ മതിയിട്ടാ അജുവേ. ഒട്ടും അഭിനയമില്ലാതെ എല്ലാം തുറന്നു പറയുന്ന വീഡിയോ അജൂസ് വേൾഡ്. അടുത്തത് സതി എസ്. സരിതയെ ഇന്നത്തെ പലഹാരം എന്തായാലും ഉണ്ടാക്കാം ട്ടോ. പിന്നെ ഇന്നത്തെ നിങ്ങളുടെ വർത്തമാനങ്ങൾ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ലാസ്റ്റ് പെയിന്റ് ഇനി ഉണ്ടെന്നും നമുക്ക് ഇനിയും മത്സരമുണ്ടെന്നും അജുവിന്റെ പറയലും സരിതയുടെ മറുപടിയും കേട്ട് ഞാൻ പൊട്ടി ചിരിച്ചു. എന്നെ ചിരിപ്പിച്ചതിന് വളരെ നന്ദി കേട്ടോ. കാരണം ഞാൻ 72 വയസ്സുള്ള ഒരു അമ്മൂമ്മയാണ്. കുറേ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടെ ഉണ്ട്. ഒന്ന് ചിരിക്കാൻ കിട്ടുന്ന സന്ദർഭങ്ങൾ കുറവാണേ മക്കളെ. 72 വയസ്സാകുമ്പോ അമ്മാമിന്നാവില്ല, ആന്റിന്നൊക്കെ പറയാം. അമ്മൂമ്മ ആയിണ്ടാവും, മക്കളുടെ പേരക്കുട്ടികളൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങളുടെ അമ്മൂമ്മ ആവാനുള്ള പ്രായം ആയിട്ടില്ലേ. അടുത്തത് ഗീതാ പ്രസന്നൻ. എൻ്റെ സരിതേ, ഇതുപോലൊരു സാധനം എൻ്റെ വീട്ടിലും ഉണ്ട്. വായ തുറന്നാൽ മണ്ടത്തരം മാത്രം. ഞാൻ വീട്ടിൽ നിന്നും പുറത്തു പോയി വരുമ്പോഴേക്കും നട്ടു വെച്ചിരുന്ന എല്ലാ ചെടികളും വെട്ടിക്കളഞ്ഞിട്ടുണ്ടാകും. ചിലപ്പോ തോന്നും തല്ലി കൊന്നിട്ട് ജയിലിൽ പോയാലോ എന്ന്. എന്റെ പ്രസന്നം ചേട്ടാ ഇത് വല്ലതും അറിയുന്നുണ്ടാ? ഞാൻ അത്രയ്ക്ക് അപകടകാരിയാണോ? അവിടെ ഇവിടെയും ഓരോ കുതിരട്ടം പറഞ്ഞ പോലെ ഓരോ. അതെ, ശനം തൊട്ടായിട്ട് കടിക്കുന്നുണ്ട്. കടിക്കട്ടെ. എന്നിട്ടോ കൊതുകാണോ? അതൊരു കൊതുക. ഒരു കൊതുകാണി. കിട്ടി. അവനെ കാലപുരിക്ക് അയച്ചു. അടുത്തത് ലതാ ജ്യോതിനാഥൻ. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നു എന്തിനാണ് അജുവിനെ എപ്പോഴും കുറ്റപ്പെടുത്തുന്നത് എന്ന്. പിന്നെ അല്ലേ മനസ്സിലാവുന്നത്. ഇപ്പോൾ സരിതയെ ഒരുപാട് ഇഷ്ടമാണ്. അയ്യോ താങ്ക് യു ചേച്ചി ഉമ്മ. എന്നാലോ സരിതയെ എന്ന് വിളിച്ച് അഭിപ്രായം ചോദിക്കുന്ന അജുവിനെയും ഇഷ്ടമാണ്. ചേട്ടന് ഇഷ്ടാന്ന്. ചിരിച്ചോ? റിതം ഓഫ് നേച്ചർ ബൈ മിഥുൻ. എന്റെ അമ്മ വീട്ടിൽ ഒരു വലിയ കടപ്ലാവ് ഉണ്ടായിരുന്നു. അതിൽ നിറയെ കടച്ചക്കയും ഉണ്ടാകും. അത് വെച്ച് നല്ല നല്ല കൂട്ടാനുകൾ അമ്മാമ്മ ഉണ്ടാക്കുമായിരുന്നു. ആരോ ഒരാൾ വന്ന് പറഞ്ഞു കടപ്ലാവ് ഉള്ള വീട്ടിൽ കടം ഒരിക്കലും ഒഴിയില്ല എന്ന്. അങ്ങനെ ആ കടപ്ലാവ് വെട്ടിക്കളഞ്ഞു. അതിലുണ്ടായിരുന്ന കടച്ചക്ക മൊത്തം നാട്ടുകാർക്കും ആ പറഞ്ഞവനും കൊടുത്തു തീർത്തു. എന്നിട്ട് കടം ഒട്ടും ഒഴിഞ്ഞുമില്ല. ഇപ്പൊ കടച്ചക്ക ആരോടെങ്കിലും കടം വാങ്ങേണ്ട അവസ്ഥയായി. നല്ലതായി. ശരിയാ, ഇവിടെയും പറഞ്ഞ കേട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇവിടെ നിന്നല്ല എല്ലാ സ്ഥലത്തും പറയും കടപ്പിലാവുള്ള സ്ഥലം കട ആവുന്നത്. ഇവിടെ മേച്ചേര് പറഞ്ഞത് വലിയ ഇത്. അവര് കോടീശ്വരന്മാരാ. കാശ് എവിടെയാ വെക്കണ്ടേന്ന് അറിയാത്ത ആൾക്കാരവര്. വലിയൊരു കടപ്പിലാവുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കടച്ചക്ക ഇഷ്ടം പോലെ കാണപ്പെടും. നമ്മൾ പോയി പൊട്ടിക്കാറൊന്നുമില്ല. ഇവിടെ ചെറുപ്പത്തില് പനമുക്കിന്ന് ഈ അമ്മായിരെ ഭർത്താവ് മാമൻ നമ്മുടെ വീട്ടിൽ കടപ്പിലാവുണ്ടായിരുന്നില്ല. എല്ലാ ബാക്കി കുറെ മരങ്ങളൊക്കെ ഉണ്ട്. മാമൻ എവിടുന്നോ ഒരു കടപ്പിലാവ് കൊണ്ടുവന്നു. നല്ല കുഴിയൊക്കെ തെങ്ങിന്റെ പോലെ നല്ല വലിയ കുഴി കൂട്ടിയിട്ട് പച്ചോല മെടഞ്ഞ് ചുറ്റും കെട്ടി അതിൻ്റെ നടുവിൽ ഈ സാധനം കുഴിച്ചിട്ട് നനച്ച് എല്ലാം വൃത്തിയാക്കി വെച്ചു. പക്ഷെ അത് പിടിച്ചില്ലാന്ന് കടപ്പിലാവ്. ചേട്ടൻ പോയിട്ട് വേര് വന്നു ഇടയ്ക്കിടയ്ക്ക് വലിച്ചു നോക്കിണ്ടാവും. ഞാൻ കുട്ടിയായിരുന്നു, കുഞ്ഞിതായിരുന്നു. ഇപ്പോൾ അപ്പോഴൊന്നും അത് ശ്രദ്ധിക്കില്ല. ഇപ്പോഴാണ് ഇപ്പോഴും കടപ്പിലാവ് വയ്ക്കാറില്ല ഞാൻ. നമ്മുടെ ചേട്ടന് കടച്ചക്ക ഇഷ്ടമില്ല.
ഇഷ്ടേയല്ല ചേട്ടന്. അന്ന് എന്നിട്ട് പറഞ്ഞു തുടങ്ങില്ലേ, സരിതയ്ക്ക് വേണ്ടി വാങ്ങിച്ചിട്ട് വന്നു, സരിതയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ആരാ തോമസ് മംഗലം പറഞ്ഞില്ലേ കടച്ചക്കും പോത്തിറച്ചിയും കൂട്ടി വയ്ക്കണം, പോർക്കിറച്ചിയൊക്കെ വെച്ച് വയ്ക്കണം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. കടച്ചക്ക തന്നെ വെക്കും. പോർക്കിറച്ചിയുടെ കഷ്ണം തപ്പും നമ്മള് അതില്, പോർക്ക് ഇറച്ചി കൂട്ടാനാന്ന് വിചാരിച്ചിട്ട് അതേപോലെ വെക്കും എന്റെ കുഞ്ഞുമാമന്റെ അമ്മായി. അടുത്തത് നീമ ജോസഫ്. സോ സൂതിങ് ടു സീ യുവർ കുക്കിംഗ് വീഡിയോസ് എസ്പെഷ്യലി ഇൻ ദ കുടിൽ, വെരി തെറാപ്യൂട്ടിക്, ഗോഡ് ബ്ലസ്. സന്തോഷം. അടുത്തത് സവായി. ഷൈൻ മാത്രമല്ല ഞാനും വലിയൊരു കടച്ചക്ക ഫാനാണ്. ചെറിയ കുട്ടിയായിരുന്നു അപ്പോൾ എൻ്റെ ഫാദർ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് കടച്ചക്ക ഉപ്പിട്ട് വേവിച്ച് അതിൽ തേങ്ങ ചിരകി ഇട്ട് കഴിക്കും. അന്ന് അതെനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ കുറച്ച് വലുതായപ്പോൾ ഞാനും അത് ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഇപ്പോൾ ഞാൻ കടച്ചക്ക ഫാനാണ്. കടച്ചക്ക മെഴുക്ക് പുരട്ടി വെക്കുന്നതും ഇഷ്ടമാണ്. പിന്നെ കൂർക്കയും വലിയ ഇഷ്ടമാണ്. ഇത് രണ്ടും ദിവസം 3 നേരം തന്നാലും ഞാൻ കഴിക്കും, അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ജോലി സംബന്ധമായി ഒറ്റയ്ക്കാണ് താമസം. ഇപ്പോൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയപ്പോൾ കിട്ടാനുമില്ല, ഷാർജയിലാണ്. ശരി. ഞാൻ ഇതിൻ്റെ ഇടയിൽ എന്തുട്ടാ പറയാൻ വന്നത് മറന്നുപോയി. എന്തുട്ടായിരുന്നു? പുരട്ടി വെക്കുന്നതും ഓർമ്മ ഒരു പറാതി. VGS നായർ. ഇടിയഞ്ചക്ക നന്നാക്കുമ്പോൾ പറഞ്ഞ കഥയിൽ ഒരു തിരുത്തുണ്ട് കേട്ടോ. ശിവൻ 2 ചക്കക്കുരു കൊടുത്തപ്പോൾ പിന്നെ കാണാതെ എടുത്ത ചക്കക്കുരുവിനോടൊപ്പം പാർവതി കുറച്ച് ചക്ക വരട്ടിയതും കൊടുത്തു വിട്ടിരുന്നു എന്നാണ് കേട്ടത്. ചിലപ്പോ സത്യമാവാം. അടുത്തത് നിസാർ. ആക്ഷൻ സ്റ്റാർട്ട് ആക്ഷൻ. കോണിയുമായി വരുന്ന അജുചേട്ടൻ. അപ്പോ ഇന്നത്തെ പരിപാടി അമേരിക്കയിലുള്ള 24 മണിക്കൂർ മുമ്പുള്ള ഒരാൾ മുരിങ്ങയുടെ പാതി മുറിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. മുരിങ്ങമരം പകുതി മുറിച്ചാൽ എപ്പോഴും കയ്യെത്തുന്ന ദൂരത്തായതുകൊണ്ട് നമുക്ക് എപ്പോഴും എടുത്ത് കറി വയ്ക്കാം. അതുകൊണ്ട് പകുതി മുറിക്കാം. അതിനാണ് ഞാൻ ഇന്ന് കോണി എടുത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കത് മുറിക്കാം. അപ്പോൾ സരി ചേച്ചി, ചേട്ടാ അരുൺ കോക്ക് വന്നപ്പോൾ അത് മുറിക്കാമായിരുന്നില്ലേ? മതിയായിരുന്നു, എന്ത് ചെയ്യാൻ, അത് വിട്ടുപോയി. പിന്നെ എന്തൊക്കെയോ പണിയെടുത്ത് പെട്ടെന്ന് ചേട്ടൻ, വാ നമുക്ക് പോയി മുരിങ്ങ വെട്ടാം. അതിൽ സരിത ചേച്ചി, വേണ്ട ഏട്ടാ ഇന്ന് വെട്ടണ്ട, ഇത് അരുൺ കോക്ക് വരുമ്പോൾ വെട്ടിക്കാം. അപ്പോൾ അജുവേട്ടൻ, അങ്ങനെ മതിയോ? ഓക്കെ എന്നാൽ അങ്ങനെ മതി. അപ്പോൾ സരിത ചേച്ചി, ഇതെന്തു മറിമായം, ഞാൻ പറഞ്ഞതനുസരിക്കുന്നു. തേങ്ങ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിയെടുക്കാം. അജുവേട്ടൻ, ലേ കോണി. ഗംഭീര എൻട്രിയുമായി വന്ന ഞാനിപ്പോൾ ആരായി? അയ്യോ, ഈ കമന്റ് ഞാൻ അന്ന് വായിച്ച് ചിരിച്ചിട്ട് ചത്തു. വളരെ രസമായിട്ട് എഴുതിയിട്ടുണ്ട്. സോജ MV. ഒരു കാര്യം പറയാതെ വയ്യ, നമ്മൾ കമന്റ് വായന വീണ്ടും എടുത്തു തുടങ്ങിയപ്പോൾ നമ്മുടെ ആളുകളുടെ ഇതൊക്കെ വാസനകളൊക്കെ ഉണർന്നു തുടങ്ങി. വീണ്ടും ആത്മകഥയൊക്കെ ഉണർന്നു, എല്ലാവരും വീണ്ടും എഴുതാൻ തുടങ്ങി. അല്ലെങ്കിൽ ഒക്കെ ഓരോ വരിയൊക്കെ എഴുതി നിർത്താൻ തുടങ്ങി. കമന്റ് വായന നമ്മൾ ഇല്ലാണ്ടായപ്പോ. ഇതിൽ വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത്, നമ്മുടെ കഴിഞ്ഞ കമന്റ് വായന നമ്മുടെ ഈ റിയാസിന്റെ സംഭവം പറഞ്ഞോ. അപ്പോൾ റിയാസിനെ പോയി കാണണം എന്ന് പറഞ്ഞപ്പോൾ റിയാസിന്റെ ഫോൺ നമ്പർ ചോദിച്ചിട്ട് നമ്മൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെയായിട്ട് മറുപടി കിട്ടിയിട്ടില്ല. എവിടെയുള്ള ആളാന്ന് അറിയില്ല, നമുക്കറിയില്ല. നമ്മള് കമന്റുകൾ ഇടുന്ന സമയത്തും ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട് എവിടെയാണെന്ന്. കമന്റിൽ കൂടെ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് നമുക്ക് അതിനൊന്നും ആള് റിപ്ലൈ തന്നിട്ടില്ല ഇതുവരെയ്ക്കും. അപ്പൊ റിയാസിനെ അറിയുന്നവരുണ്ടെങ്കിൽ റിയാസിന്റെ ഫോൺ നമ്പർ ഞങ്ങൾക്കൊന്ന് അയച്ചു തരാം. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ നമ്പർ ഉണ്ട്, വാട്സാപ്പ് നമ്പർ ഉണ്ട്, അതിലൊന്ന് അയച്ചു തന്നാൽ മതി. അല്ലെങ്കിൽ ഈ കമന്റിൽ ഇട്ട് തന്നാലും മതി റിയാസിന്റെ നമ്പർ. അപ്പൊ ഞങ്ങൾക്ക് റിയാസിനെ പോയി കാണാലോ, എവിടെയുള്ള ആളാന്ന് അറിയാലോ. വായിച്ചു സോജ MV, നമ്മുടെ സോജ ചേച്ചി കേട്ടാ, തിരുത്തൂരമ്പലത്തിൻ്റെ അവിടെ വീട്ടിൽ സോജ ചേച്ചി കടച്ചക്ക കൊണ്ടുവന്ന് വന്നിട്ടുള്ള അന്ന്. സോജ MV, ഒരു തവണയെങ്കിലും സരിത എൻ്റെ പേര് പറയുമെന്ന് കഴിയുന്നത് വരെ ഞാൻ വിചാരിച്ചു. പറയണേ മോജിയേട്ടാ, പക്ഷെ പറഞ്ഞില്ല. കഴിഞ്ഞ വർഷം കടച്ചക്ക എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നതല്ലേ, അല്ല കടച്ചക്ക ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് തന്നതല്ലേ, എന്നിട്ടും മറന്നു അല്ലേ? പിന്നെ ഇവിടെ വന്നും കൊണ്ടുപോയി. എൻ്റെ പേര് ഇപ്പോൾ പറയുന്നു ഞാൻ വെറുതെ മോഹിച്ചു. സാരില്ലേ, സരിതക്കുട്ടിയല്ലേ, പിന്നെ കടയിൽ വന്ന് ഡ്രസ്സ് എടുത്തുട്ടോ, മോളെ കാണാൻ വേണ്ടിയാണ് വന്ന്, പക്ഷെ പറ്റിയില്ല, അവർ പറഞ്ഞിരുന്നു. സോജ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാവും എന്ന് പറഞ്ഞു ധന്യ. അപ്പോൾ എനിക്ക് പറഞ്ഞപ്പോൾ എന്നെ മനസ്സിലായി ആരാന്ന്. ധന്യയുടെ അടുത്ത് വന്ന് ബെഡും വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ധന്യക്ക് ഓർമ്മയില്ല. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തു ധന്യോട് ആളെ, പക്ഷെ അവൾക്ക് അങ്ങനെ ഓർമ്മ. പക്ഷെ നമുക്ക് നല്ല ഓർമ്മയുണ്ട്, നമ്മൾ കുറേ വട്ടം കണ്ടിട്ടുണ്ടല്ലോ. അവരുടെ സ്ഥലത്താണ് കരീമിക്ക തണ്ണിമത്തന്റെ കൃഷി ആരംഭിച്ചുകൊണ്ടത്.
ഇവരെ സ്ഥലത്ത്. ഞാൻ അവരെ വീട്ടിൽ പോയിട്ട് കടച്ചക്ക പൊട്ടിച്ചു കൊണ്ടെന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ. കൊടുത്തിട്ടുണ്ടെന്ന് അല്ല, ഇവിടെ തന്നിട്ടുണ്ടെന്ന്. ആർക്ക് തന്നിട്ട്? നിനക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അവരെ വീട്ടിലൊരു വലിയ കടപ്പിലാവണ്ടേ. ചേച്ചി ഇപ്പം അവിടെ ഉണ്ടെങ്കിൽ പറയട്ടാ, ഞങ്ങൾ വരാം. ചേട്ടൻ വരും കടച്ചക്ക പൊട്ടിക്കാൻ. അന്ന് വെച്ചത് എനിക്ക് കിട്ടിയില്ല, ചേട്ടൻ ഏതാണ്ട് ഫുള്ള് തിന്ന് തീർത്തു. എനിക്ക് കുറച്ച് കിട്ടുള്ളൂ. അപ്പം ഉണ്ടെങ്കിൽ കമൻ്റ് ഇട്ടാ സോജി ചേച്ചി ഇത് കാണുന്നുണ്ടെങ്കിൽ. അടുത്തത് യുണൈറ്റഡ് ടയേഴ്സ്. പുത്തേറ്റ് ലോറി ഉടമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറയുകയാണ്, ഏതൊരു ബിസിനസ്സും വിജയിക്കാൻ കഠിനാധ്വാനവും ആത്മസമർപ്പണവും കൂടാതെ സഹോദരൈക്യവും അനിവാര്യമാണെന്ന് തെളിയിച്ചു ഈ കുടുംബം. സാമ്പത്തികമായി ഒന്നുമില്ലാതെ വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന ഇവർ 30-ൽ പരം ലോറികളുടെ ഉടമകളായത് ഊണും ഉറക്കവും രാവും പകലും ഇല്ലാതെ ചേട്ടനും അനിയനും വണ്ടി ഓടിച്ച് പടുത്തുയർത്തി ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന വാഹന ഉടമകളാണ്. ഇതൊക്കെ അവരുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ആളുകളോടുള്ള പെരുമാറ്റം വിനയം എടുത്തു പറയേണ്ടതാണ്. ആക്കേണ്ട കുടുംബമാണ് തീർച്ചയായിട്ടും. ഇതൊക്കെ നമ്മൾ അറിയുന്നതാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമാണ് അവരുടെ വീഡിയോയിൽ. അടുത്തത് റസി റെമി. ചിലപ്പോൾ തോന്നും ചെറുതായിട്ട് അരവട്ടുണ്ടോ എന്ന്. ചേട്ടനെ പറ്റിയാ. ചിലപ്പോ തികഞ്ഞ പണ്ഡിതൻ, ചിലപ്പോൾ കുട്ടിത്തം വിടാത്തൊരു കുട്ടി, മറ്റു ചിലപ്പോൾ കളങ്കമില്ലാത്തൊരു പാവ മനുഷ്യൻ, വേറെ ചിലപ്പോൾ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. ഇനി ഇതൊന്നും അല്ലെങ്കിലോ അഗ്രികൾച്ചറൽ സയൻറ്റിസ്റ്റ്. ഇനിയും ആരാണെന്ന് പിടിതരാതെ അജുവേട്ടൻ്റെ ജൈത്രയാത്ര തുടരുന്നു. എന്താ നിരീക്ഷണം! കറക്റ്റ് ഒബ്സർവേഷൻ. എനിക്കും തോന്നാറുള്ള കാര്യങ്ങളാണ് ഈ എഴുതി വെച്ചത് മുഴുവൻ. ചില സമയത്ത് യാതൊരു ബുദ്ധിയില്ലാത്തൊരു മനുഷ്യൻ, ഇത് കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ മന്ദബുദ്ധി എന്ന് വിളിക്കായിരുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ. ചില സമയത്ത് സംസാരം കേട്ടോ ഇതുപോലെ അറിവുള്ള ഒരാൾ വേറെ ഇല്ല. നല്ല അറിവുണ്ട്. അറിവില്ലാത്ത ആളൊന്നല്ല. കോടീശ്വരനിലൊക്കെ പങ്കെടുത്ത് ഇത്ര പൈസയൊക്കെ വാങ്ങിക്കണമെങ്കിൽ അറിവില്ലാണ്ടാണോ? അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം എന്തായാലും റസി റെമിക്ക് പിടികിട്ടി. അടുത്തത് ടീന ലിൻജോ. കറക്റ്റാണ് ബ്രോ. ആ സമയം ഒരു ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയാണ് ആണുങ്ങൾക്ക്. ഞാൻ അത് ശരിക്കും അനുഭവിച്ചതാണ്. ഒരു തൊഴിൽ എന്തായാലും വേണം ആണുങ്ങൾക്ക്. ജഗ്ഗുവിനെ പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മൾ തൊഴിലില്ലാത്തത് എന്ത് ചെയ്യുന്നുള്ളൊരു ചിന്ത, നമുക്ക് ചിന്തയല്ല, അങ്ങനത്തെ അവസ്ഥ വരുന്നവരുടെ കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ ഉള്ള കമൻ്റാണിത്. അല്ല, ഞാൻ ആലോചിച്ചതാ, ഞാനില്ലാത്ത വീഡിയോ അല്ല അത്. നീ അറിഞ്ഞില്ല. ജിജോ ജോസ്. അജേട്ടനോട് ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നിരുന്ന അവസ്ഥ പറഞ്ഞപ്പോൾ എന്തോ ഒരു സങ്കടം തോന്നി. നമ്മൾ ആൽപ്പന പറഞ്ഞ കാര്യം തന്നെ. ആ തൊഴിലില്ലാണ്ട് ഇരിക്കുന്ന അവസ്ഥയില്ല, കുറച്ച് മനുഷ്യൻ കടന്നു പോകണ ചില ഭീകരമായ അവസ്ഥകൾ അത് അങ്ങനത്തെ അവസ്ഥകൾ അല്ല, കുഴപ്പമില്ല, നല്ലതാ അതൊക്കെ. പക്ഷെ നമ്മൾക്കൊരു നല്ല അവസ്ഥയിലെത്തിയാലും നമുക്ക് ആ വന്ന വഴികളൊക്കെ ഓർമ്മയുണ്ടായാൽ മതി. അപ്പം നമുക്ക് അഹങ്കാരവും ഇതൊന്നും ഉണ്ടാവില്ല അല്ലേ? ചേട്ടനുണ്ട് അഹങ്കാരം? എന്തിനല്ലേ, എന്തുണ്ടായിട്ട് അഹങ്കരിക്കാനല്ലേ? അടുത്തത് മഞ്ജുഷ PB. ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ അജേട്ടനോട് ഭയങ്കര ബഹുമാനം തോന്നി. കാരണം എന്താണെന്നോ, എല്ലാ വീഡിയോസിലും ഒന്നും പ്ലാൻ ചെയ്തിട്ടല്ല അജേട്ടൻ സംസാരിക്കാറ്. ഒരു കാര്യം പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു അനുഭവ കഥ കൂടെ ഉണ്ടാവും. എപ്പോഴും ഒരു കഥ കേട്ട ഫീൽ കിട്ടാറുണ്ട് എനിക്ക്. സരിത ഷോപ്പ് നന്നായി പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ലവ് യു ഡിയേഴ്സ്. ശരിയാ, ഒന്നും പ്ലാൻ ചെയ്യാറില്ല. എന്നിട്ട് പറയണ്ടേ എങ്ങനെയാ എന്താ, ഒന്നും പ്ലാൻ ചെയ്യാറില്ല. അതിൽ കൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ എന്തെങ്കിലും നമ്മൾ പറഞ്ഞു വരുമ്പോൾ അതിലേക്ക് എത്താറ് ഉണ്ട്. ചിലപ്പോൾ ചേട്ടൻ വല്ലതും പേപ്പറിലൊക്കെ വായിച്ചിട്ടുള്ള വല്ലതൊക്കെ അങ്ങനത്തെ ചിലതൊക്കെ പറയാറുണ്ട്. ഞങ്ങൾ തമ്മിൽ പ്ലാൻ ചെയ്യാറില്ല. ചേട്ടൻ ചിലപ്പോൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടോ അത് പറയണം, അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. ബിന്ദു കട കുഴപ്പമില്ലാണ്ട് പോകും. അയ്യടാ ചിരിക്കും നോക്ക്. കടപ്പാന്ന് പറഞ്ഞ് തെറ്റി പറഞ്ഞാൽ ചിരിച്ചാണ്, അല്ലാണ്ട് കടയുടെ കാര്യമില്ല ഞാൻ പറഞ്ഞത്. അത് മനസ്സിലായി. കടപ്പാന്ന് ഞാൻ പറഞ്ഞ ചിരിച്ചെന്ന് എനിക്ക് മനസ്സിലായി. മനുഷ്യന് നമുക്കൊരു തെറ്റ് തമാശ ചിരിക്കണത് ഇഷ്ടം എനിക്ക്. ചേട്ടൻ ചിരിക്കണത് കാണാൻ എനിക്കിഷ്ടം. ഞാൻ എന്തേലും തെറ്റി പറയുമ്പോ അത് എടുത്തു പറഞ്ഞിട്ട് കളിയാക്കണത് എനിക്ക് ഇഷ്ടം തന്നെയാ. ചിരിക്കാൻ കിട്ടുന്ന ഒരു അവസരം പാഴാക്കരുത്. അത് ചോദിച്ചാൽ മറ്റുള്ളവരുടെ വേദനയില് നമ്മൾ ചിരിക്കരുത്. അങ്ങനെ ചിരിക്കണവര് ഭയങ്കര ക്രൂര മനസ്സുള്ളവർക്ക് അങ്ങനെ ചിരിക്കാൻ പറ്റുള്ളൂ.
ചിലവരെയൊക്കെ നമ്മളങ്ങനെ കണ്ടിട്ടുണ്ട്. ആ ചിരി അങ്ങോട്ട് വരണതിന് ഉള്ളിലൊതുക്കാൻ പാടുപെട്ടിട്ട്, അതായത് അവരത്രേ ഒരു ഇതിൽ ബുദ്ധിമുട്ടിൽ നിൽക്കണ സമയത്ത് അവരെ ആശ്വസിപ്പിക്കാൻ വരണതാവും ഇവരെ ആശ്വസിപ്പിക്കാൻ എന്ന വ്യാജന വരുന്ന ആശ്വസിപ്പിക്കണ്ടെങ്കിൽ ഇവരുടെ മുഖത്ത് ആ സന്തോഷം ഇങ്ങനെ അല്ലതല്ലുണ്ടാവും അവരുടെ ആ കഷ്ടപ്പാട് കണ്ടിട്ടേ. അപ്പം നമുക്കത് പുറത്തുനിന്ന് ഇങ്ങനെ നമുക്ക് നോക്കണവർക്ക് മനസ്സിലാവും നമ്മൾ വിചാരിക്കും ഇവർ എന്താൾക്കാരാണ്. ബിന്ദു എം കെ, കടലമണി താഴെ വീണതെല്ലാം മജുവേട്ടൻ പെറുക്കി തിന്നു പാവം, ബാക്കി കീശയിൽ കിട്ടു. പിന്നെ കടലമണി കുഴിച്ചിടണോ തിന്നണോ സംശയമായി. സരിതില്ലാത്തത് പറയാനും ആരുമില്ല, നല്ല സുഖം. ഞാൻ ഈ കമൻസിന് റിപ്ലൈ കൊടുക്കാതിരുന്നപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ ആ വീഡിയോ കണ്ടത്. അല്ലെങ്കിൽ ഞാൻ കമൻസിന് റിപ്ലൈ കൊടുക്കാതിരിക്കുമ്പോഴാണ് നമ്മുടെ വീഡിയോ കാണുക രാത്രി. ഞാനുള്ള വീഡിയോ ആയാലും ഞാൻ അപ്പോഴാണ് കാണുക. എനിക്ക് കമൻസ് വായിക്കുമ്പോൾ ഓരോ ഇതിങ്ങനെ എടുത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല, ഇത്രാമത്തെ മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അത് എന്തിട്ടാണാവോ ആ സമയത്ത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത് എന്തിട്ടാണാവോ, അപ്പോൾ നമുക്കത് കാണാൻ തോന്നും വീഡിയോ. അത് നമ്മുടെ വീഡിയോയിൽ നമുക്ക് ഒരു പ്രത്യേക ഒരു ഗുണമാണ്. നമ്മുടെ ആളുകൾ കമന്റ് ഇടുമ്പോൾ ആ ഭാഗങ്ങളൊക്കെ എടുത്ത് പറയും. കുറേ ഉണ്ടാവും കമന്റുകളിൽ. ഞാനിത് കണ്ടപ്പോഴാണ് ആ ചെളിയുള്ള കൈ വെച്ച് കപ്പലണ്ടി വാരി തിന്നുണ്ട്. ഇഷ്ടം പോലെ കപ്പലണ്ടി ബാക്കി ഉണ്ടായിരുന്നു. കുറച്ച് നടണ്ടോ, അപ്പം അത് നട്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമാധാനമായിട്ട് കൈയൊക്കെ കഴുകി ഒരുത്തിൽ വന്നിരുന്ന് കഴിച്ചാൽ പോരെ. അത് മതിയായിരുന്നു. രേണു വിശ്വനാഥൻ, പച്ചക്കപ്പലണ്ടിയാണെന്ന് പറഞ്ഞിട്ടല്ലേ കടയിൽ നിന്ന് വാങ്ങിയത്, എന്നിട്ട് എന്തിനാ വായിലിട്ട് നോക്കിയിട്ട് പച്ചക്കപ്പലണ്ടിയാണെന്ന് പറയുന്നത്? ചിരിച്ച് മതിയായി. നിതിനും ചിരിച്ചോ എന്ന് തോന്നി. ഞാൻ ചേട്ടനോടും പറഞ്ഞു കുറേ ചിരിച്ചു. 100% തവിട എന്ന് പറഞ്ഞിട്ട് അവര് തന്നു. എന്നിട്ട് ഇവിടെ വന്നിട്ട് സരിത പറഞ്ഞത് 60% തവിടുള്ള എന്ന് പറഞ്ഞിട്ട് ഇവിടെ തർക്കിച്ചു. ഇല്ലേ, ഓർമ്മയില്ലേ? ഒരു അരി കവറും 60%, 50% അത്ര എഴുതി ഉണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, പാക്കറ്റും എഴുതിയേക്കണ ഇത്രയാന്ന്. അതേപോലെ അവര് പച്ചക്കപ്പലണ്ടി എന്ന് പറഞ്ഞിട്ട് തെറ്റി. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ചെയ്തത്. മഴ വരുന്നു. ഇത്ര നേരം മഴക്കാരുന്നു, ഇപ്പൊ ഒന്ന് വെയിൽ വന്നപ്പോ പറയാം മഴ വരുന്നു. അടുത്തത് ഫ്രാങ്ക് അക്കര, നമ്മുടെ ഫ്രാങ്കേട്ടൻ. മസനോബു ഫുക്കുവോക്ക, വൺ സ്ട്രോ റവല്യൂഷൻ. മസനോബു ഫുക്കുവോക്കയുടെ ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന പേരിൽ മലയാളത്തിൽ പരിഷത്ത് പുസ്തക സ്റ്റാളിൽ ഉണ്ടായിരുന്നു. ആധുനിക പ്രകൃതി കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ആ ബുള്ളറ്റ് ഞാൻ ഓർക്കുന്നു. ഒരിക്കൽ അതിന്റെ പിന്നിൽ ഞാൻ യാത്രയും ചെയ്തു. ഏത് ബുള്ളറ്റ്? കേബിൾ TV കണക്ഷന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ചേട്ടൻ്റെ ഒപ്പം ഉണ്ടായിട്ടുണ്ടാവും. ആ ബുള്ളറ്റ് എനിക്ക് ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, തൃപ്രയാറ്. ആ ബുള്ളറ്റ് ഉണ്ടായിരുന്ന ആളുടെ ഫോൺ നമ്പർ തന്നിട്ടുണ്ട്. ഞാൻ വിളിച്ചിട്ടില്ല. അയാളെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് ബുള്ളറ്റ്, വേറെ ആൾക്ക് പോയി. പക്ഷെ അയാളുടെ പേരിലാണ് ഇപ്പം ബുള്ളറ്റ് കിടക്കുന്നത്. അതെവിടെയാന്ന് ചോദിക്കി, അതൊന്ന് വിളിച്ചു കാണാൻ പോവാലോ, വിളിക്കണറി. അടുത്തത് അജിത ഷാജു. ഇവരെപ്പോഴും ബുള്ളറ്റിന്റെ കാര്യം പറഞ്ഞു. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഇവിടെ ഒരു കാലിബർ ഉണ്ട് വണ്ടി. പിന്നെ എന്തിട്ട് വണ്ടിയാണ്? സ്പ്ലെൻഡർ ഉണ്ടാ? ചെറിയ സ്പ്ലെൻഡർ അല്ല, മറ്റേ സാധനത്തിന് പേരുന്ന പാഷൻ. പാഷൻ ഉണ്ടായിരുന്നു. വേറെ വണ്ടിയൊന്നും ഇല്ലല്ലോ, ഈ 2 ബൈക്കല്ലോ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു സ്പ്ലെൻഡർ വാങ്ങിച്ചു നമ്മൾ കുറച്ചാൾ കഴിഞ്ഞിട്ട്. സ്പ്ലെൻഡർ വാങ്ങിച്ചു പുതിയത്, ഫ്രണ്ടിലെ ഡിസ്ക് ബ്രേക്ക് ആയിട്ട്. ഈ വണ്ടിയൊക്കെ ഉണ്ടെങ്കിലും പിന്നെ ഒരു കാർ ഉണ്ടായിരുന്നു ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോ, ടാറ്റ സിറ. ഒരു പച്ച കളറിൽ പെയിന്റ് അടിച്ചിട്ടുള്ള ഒരു വണ്ടി. അതിന്റെ നമ്പർ എത്രയായിരുന്നു? അതിന്റെ അത് ചേട്ടൻ കാണിച്ചു തരാറുണ്ടല്ലോ എനിക്ക് ഇടയ്ക്ക്. KL7E 2005. അതൊക്കെ ഇപ്പൊ വെട്ടിക്കൊപ്പഴിച്ച് പോയിണ്ടാവും. അപ്പോ ഇവിടെയുള്ള ചേച്ചിമാർക്ക് എല്ലാവർക്കും ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ 100 നാവാ. ബുള്ളറ്റിൻ്റെ പിന്നിൽ ഇരുന്നിട്ടുള്ള യാത്ര എന്തോ സുഖം, അതിൻ്റെ ഒരു സുഖം വേറൊരു വണ്ടിക്കൂല. ഇതാണ്. അപ്പം ഞാനും വിചാരിക്കുന്നത് എന്തുട്ടപ്പോൾ ഇത്ര സുഖം ഈ ബുള്ളറ്റിൻ്റെ പിന്നിൽ. അങ്ങനെയാണ് ഞാനിരുന്നത്. എപ്പോൾ നമ്മുടെ ചിത്ത് വാങ്ങിച്ചപ്പോഴാണോ? വേറൊരു ബുള്ളറ്റ് അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എനിക്കിതിന്റെ പിന്നിലിരിക്കും. ഇത്രമാത്രം സുഖമുള്ള ഒരു യാത്ര എന്തുട്ടെന്ന് പറയണല്ലോ. എനിക്കിഷ്ടായില്ലേ, എനിക്ക് കുതിരപ്പുറത്ത് പോണ പോലെ തോന്നി. കുതിരപ്പുറത്ത് പോണ പോലെ തോന്നി. അടുത്തത് അജിത ഷാജു. ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. ഇന്നത്തെ വീഡിയോ സൂപ്പർ. സൈക്കിൾ യാത്രയും കിണറിൻ്റെ വിവരണവും അടിപൊളി. ചിരിച്ച് കണ്ണിൽ നിന്ന് വെള്ളം വന്നു. പണ്ടത്തെ വിശേഷങ്ങളൊക്കെ നല്ല രസമാണ്. എത്ര വഴക്ക് കൂടിയാലും ഒരു വിശേഷം വന്നാൽ എല്ലാവരും നല്ല സ്നേഹവും സഹകരണവുമായിരുന്നു. കൂടുതലും കൂട്ടുകുടുംബങ്ങളായിരുന്നു.
ചില സ്ഥലത്ത് എല്ലാം ഓർമ്മകൾ മാത്രം, അതിനെല്ലാം ഒരു മാതൃകയാണ് നിങ്ങളുടെ ഫാമിലി. ഈ സ്നേഹം എന്നും ഉണ്ടാവട്ടെ. ചിക്കൻ പരട്ട് സൂപ്പർ. അടുത്തത് KA ജോയ് കള്ളിക്കാടൻ. അന്നൊന്നും ഡിവോഴ്സ് ഇല്ല, കട കത്തിക്കും, അത്ര തന്നെ. ഭാര്യയും ഭർത്താവും കൂടി വാഴക്കൂടി കട കത്തിപ്പോയില്ലോ. അതിന്റെ പേരില് ഇപ്പോഴത്തെ ഇതിലാണെങ്കിൽ ഡിവോഴ്സ് ഉറപ്പാണ്. അന്ന് ഡിവോഴ്സിന്റെ പക്കത്ത് കട കത്തിച്ചു. ഭയങ്കര കമന്റ്. പ്രിൻസിദാസ്, സംസാരത്തിൽ തേങ്ങ എന്ന് പറയുന്ന ഒരു ദിവസം പോലും ഇല്ല ജൂന്. അത് ശരിയാ. അടുത്ത ഹെൽവിൻ. അജുവേട്ട സരിതേച്ചി നമസ്കാരം. നമസ്കാരം. വീഡിയോ അടിപൊളിയാണ്. അജുവേട്ടന്റെ സ്ക്രിപ്റ്റ് വേറൊരാൾക്കും കൊടുക്കണ്ട. കോമഡി ഒക്കെ ആണെങ്കിൽ അജുവേട്ടൻ അഭിനയിക്കാൻ അടിപൊളിയാണ്. ഞങ്ങൾ പ്രേക്ഷകർ അത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അജുവേട്ടന്റെ ചില സ്റ്റോറികൾ ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഓർക്കുമ്പോൾ അറിയാതെ ചിരിച്ചു പോകും. നമ്മൾ അഭിനയിക്കണമെന്നില്ല, എനിക്ക് അഭിനയിക്കാൻ റോളൊന്നുമില്ല, നമ്മൾ ഡയറക്റ്റ് ചെയ്യും. അടുത്ത ലൈഫ് ടുഡേ. പണ്ടാറക്കാല എന്നുള്ള വിളി എല്ലാ വീട്ടിൽ നിന്നും കേൾക്കാം. സത്യം, ഇപ്പോഴത്തെ വീടുകളിൽ ആരും ആരോട് സംസാരിക്കില്ലേ, മൊബൈൽ കയ്യിൽ. സംസാരിച്ചാൽ തന്നെ ChatGPT മാത്രം. പണ്ടൊക്കെ എന്തായിരുന്നു എല്ലാവരും. അയ്യോ, വേറെ കമന്റ് ഫുൾ എടുത്തില്ല ചേട്ടൻ. ഈ ലൈഫ് ടുഡേ തന്നെ വീണ്ടും കമന്റ് ഉണ്ട്. കാലത്ത് തന്നെ ആള് വടിയും കുത്തിപ്പിടിച്ചിട്ടേ സരിത എങ്ങട്ടേ പോണേ, വീണ്ടും ചേട്ടൻ വടി കുത്തിപ്പിടിച്ചിട്ടേ. ചേട്ടാ അഭിനയിച്ച് കാണിച്ചിട്ട് വടിയും കുത്തിപ്പിടിക്കണൊക്കെ പോലെ കാണിച്ചിങ്ങനെ പോവല്ലേ. ലൈഫ് ടുഡേ വീണ്ടും ഇട്ടിട്ടുണ്ട്. എൻ്റെ പൊന്നോ, ഇതിൽ കമന്റ് ഇട്ട് ഞാൻ ചാവും. ആ അതിർത്തിയിലെ തർക്കം അജോട്ടൻ കാണിക്കുന്നത് കണ്ട് ഞാൻ ചിരിച്ച് ചത്തു. കേൾക്കുന്നവർ ഓർക്കും എനിക്ക് വട്ടാണെന്ന്, അവരറിയുന്നില്ലല്ലോ ഇതൊന്നും. അടുത്തത് നിമറോസ് ഡേവിസ്. അജുവേട്ടൻ്റെ കഥകൾ കേട്ടിരിക്കാൻ നല്ല രസമാണ്. പ്രത്യേകിച്ച് പഴയ ഓർമ്മകളാകുമ്പോൾ ഒന്നും പറയേണ്ട, സൂപ്പറാണ്. 13/14 അജു ചേട്ടൻ കട കത്തിച്ചെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ സരിതേച്ചിയുടെ ആ എക്സ്പ്രഷനും ആ ട്യൂണും സൂപ്പറായിട്ടുണ്ട്. ക്യാമറാമാന് ഇവിടെ ഒരു പ്രത്യേക അഭിനന്ദനം നൽകുന്നു. അയ്യോ, ഈ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല ചേട്ടാ. അതെ, അജു ചേട്ടൻ ഓരോ കാര്യം പറയുമ്പോഴും സരിത ചേച്ചി കേൾക്കുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് തോന്നുന്നു ഇടയ്ക്കിടെ ചേച്ചിയെ തമാശയ്ക്ക് അടിക്കുന്നത്. അയ്യോ, അതുണ്ട് എൻ്റെ പൊന്നു മോളെ. ഇതിങ്ങനെ കേസ് നേരം നോക്ക് തോണ്ടി ഇങ്ങനെ നിൽക്കും. അതിപ്പോ ഈ വീഡിയോ എടുക്കുമ്പോ കഥ പറയുമ്പോഴല്ല, അല്ലാത്തപ്പോ ഞങ്ങളിരുന്ന് കഥ പറയില്ലേ. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, കേക്കുണ്ടാവും, മൂളി ഇരിക്കുന്നുണ്ട്. എന്നാലും ചേട്ടന് മോത്തിക്ക് നോക്കിയിരിക്കണം. ചേട്ടന് രാത്രി കിടന്നുറങ്ങുമ്പോ കഥ പറയും. ഒരു ഇരുട്ടല്ലേ, ആ സമയത്തും തോണ്ടും. ഞാനല്ല, ജയന്തി അടിക്കുക ചെയ്യാ വലത്. ജയന്തി ചേച്ചി തമാശ പറയുമ്പോഴാണ്, വല്ല തമാശ ആൾക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള വല്ല കോമഡി വന്നാൽ അപ്പം ആള് ചിരിയുണ്ട്. ആ ചിരിയുടെ കൂടെ അടുത്തിരിക്കണ ആളൊരു ഒറ്റലക്ക. ഇതല്ല, ഇത് വർത്താനം പറഞ്ഞ് കഴിയണ വരെ നമ്മളെ തോണ്ടിക്കൊണ്ടിരിക്കും. അത് കാണുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നുന്നു. ഇനി 26-23 അജയുടെ അതിർത്തി തർക്കത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ദിലീപിന്റെ വോയിസ് ഓഫ് സത്യനാഥൻ സിനിമ ഓർമ്മ വന്നു. അതുപോലെ തന്നെയല്ലേ അത്. സിനിമ കാണാത്താരനെ അറിയില്ല. അല്ല, എന്നിട്ട് ഫോൺ നോക്കിയിട്ട് അജേട്ടൻ പാട്ട് പാടിയില്ലല്ലോ. ബട്ട് വൈ അടുത്ത വീഡിയോയിൽ പ്രതീക്ഷിക്കുന്നു. പാടാൻ പറഞ്ഞ വലിയ പോസാ, പിന്നെ പാടില്ലേ എത്ര. അല്ലാണ്ട് ഇവിടെ ഇങ്ങനെ നമുക്കൊരു സ്വൈരം തരാണ്ട് പാടി നടക്കും ഫുൾ ടൈം. ഇവിടെ ഇപ്പൊ ഇങ്ങനെ പാടി നടക്കാൻ ഇവിടെ തുറസായ സ്ഥലല്ലേ, അയിലൊക്കാരും ചുക്കൂല. അത് ഭയങ്കര സംഗീത സംവിധായകനാന്ന് തോന്നുന്നു ചില സമയത്ത്. ആ പാട്ടിനെയൊക്കെ മാറ്റി മറിച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മളിങ്ങനെ എന്നൊക്കെ പാടി നടക്കണ്ടാവട്ടെ. അപ്പൊ ശരിക്കും ഏത് പാട്ടാന്ന് ഹമ്മിങ് കേട്ടിട്ട് നമുക്കൊരു ഐഡിയ കിട്ടില്ല ഇത് ഏത് പാട്ടാന്ന്. എന്നിട്ട് എന്നൊക്കെ പറഞ്ഞ് പാടി ഇങ്ങനെ നിർത്തുമ്പോൾ ഞാനിങ്ങനെ ഞാൻ വല്ല പണിയെടുക്കണേലും ശ്രദ്ധിച്ചോ ഇത് ഏത് പാട്ടാ. അപ്പൊ മേരി സപ്പനോ കിറാണി കപ്പ്. ഈ പാട്ടിന് ഇങ്ങനെ ഒരു ഹമ്മിങ് ഉണ്ടോ ദൈവമേ? എപ്പോഴും നമുക്ക് ആരോട് കണക്ക് ബോധിപ്പിക്കുന്ന വേണ്ട, നമ്മുടെ സന്തോഷത്തിന് വേണ്ടിട്ട് നമ്മളെ എന്ത് വേണേലും ഇവിടെ ചെയ്തൂടെ. നല്ല രസം കേൾക്കാം. ആ പാട്ടൊന്ന് പാടിയ രണ്ടുപേരും പാടിയ പാട് പ്ലീസ്. അങ്ങനെ പറ്റില്ല. മേരി സപ്പന നോക്കി അതിപ്പോ സാധാരണ പഠിക്കോ. ഹമ്മിങ് വേണ്ട, പാട്ട് പാട് പ്ലീസ്. എനിക്ക് അങ്ങനെയാണ്ട് പറയാനൊന്നും അറിയില്ല. അത് ആ സമയത്ത് തോന്നിയത്, വായിൽ തോന്നിയത് പതുക്കി പാട്ടെന്ന് പറഞ്ഞ പോലെ പാടുന്നതിന്. മേരി സപ്പന കിറാണി കബ് ആയേഗി തൂ അങ്ങനെയല്ലേ പാടല്ലോ. അടുത്തൊരു പാടുന്നു ഫുള്ള് പാടാറുണ്ടല്ലോ.
ഈ അടുത്ത ആഴ്ച തേങ്ങ കണ്ട പാടാൻ പറഞ്ഞ പോസാ പിന്നെ പാടും. പോസ് എന്തിട്ട് പോസ് നമുക്ക് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്നിട്ട് നിങ്ങളായിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞ് നടക്കുമോ? അയ്യോ അയ്യ ചിരിക്കാൻ. SDK പ്രിയപ്പെട്ട സരിത, അജു, ഞാൻ നിങ്ങളുടെ വീഡിയോസ് കാണാറുണ്ട്, ബട്ട് കമന്റ് ഇടാറില്ല. പക്ഷെ ഇന്ന് അജു പഴയകാലം ഓർമ്മിപ്പിച്ചപ്പോൾ ഇടാതിരിക്കാൻ പറ്റുന്നില്ല. എനിക്കും ഓർമ്മയുണ്ട് റാന്തൽ വിളക്കിന്റെ അടിയിൽ വിളക്ക് അടിയിൽ കെട്ടിയിട്ട് കാളവണ്ടി രാത്രി പുലർച്ചെയൊക്കെ പോകുന്നത്. അന്നെല്ലാം റോഡിൽ കൂടെ പോകുന്ന വണ്ടികൾ എത്രയെന്ന് എണ്ണുമായിരുന്നു. റോഡ് സൈഡിലായിരുന്നു വീട്. പിന്നെ അതിർത്തി തർക്കം. ഞങ്ങളുടെ ബന്ധുക്കൾ തന്നെയായിരുന്നു അയൽപ്പക്കത്ത്. ഞങ്ങളുടെ ഭൂമി ഉയരത്തിലും അവരുടെ കുറച്ച് താഴെയുമാണ്. അതിർത്തിയിൽ ഈ അറ്റം തൊട്ട് മറ്റേ അറ്റം വരെ കൊന്ന വെച്ചിട്ടുണ്ട്. കുറേ നാൾ കഴിയുമ്പോൾ മഴയൊക്കെ പെയ്ത് മണ്ണ് കുതിർന്ന് കൊന്നയുടെ കട ഇവരുടെ പറമ്പിലേക്ക് കുറച്ചിറങ്ങും. സത്യം ഇതാണെങ്കിലും അവിടുത്തെ അമ്മായി തുടങ്ങും വഴക്ക്, കൊന്ന ഇറക്കി കുഴിച്ചിട്ടു എന്ന് പറഞ്ഞിട്ട്. എൻ്റെ അമ്മ ഞങ്ങളുടെ മുറ്റത്തും ആ അമ്മായി അവരുടെ മുറ്റത്തും. പക്ഷെ തെറി പറയില്ല. അമ്മായി എൻ്റെ അമ്മയേക്കാൾ നല്ല പ്രായമുണ്ട്. ഞങ്ങൾ നോക്കി നിൽക്കും. കുറേ നേരം കഴിയുമ്പോൾ വഴക്ക് നിൽക്കും. നമ്മൾ വിചാരിക്കും ഇനി വെറും മിണ്ടില്ലെന്ന്. കുറച്ച് കഴിയുമ്പോൾ മിണ്ടും, വീടും വഴക്ക് കൂടും. അത് അങ്ങനെ ഒരു പരമ്പരയായിരുന്നു. ഞങ്ങൾ ചെറിയ കുട്ടികളായിരുന്നു. ഞങ്ങൾക്ക് അമ്മായിയെ പേടിയായതുകൊണ്ട് അങ്ങോട്ട് പോകില്ല. അമ്മ പോകും. ആ അമ്മായിക്ക് ഒരു മകളുണ്ട്, നല്ല സുന്ദരി, നല്ലോണം മുടിയും, പഠിപ്പിസ്റ്റായിട്ടുള്ളൊരു ചേച്ചി. പിന്നെ ആൺമക്കളാണ്. ആ ചേച്ചി റേത്ത് കാണുമ്പോൾ ഞങ്ങൾ എത്തിച്ചു നോക്കും. അമ്മായി വന്നാൽ വേഗം പോരും, പേടിയാണല്ലോ. ഇപ്പോൾ ആ അമ്മായിയൊക്കെ മരിച്ചു. ആ ചേച്ചിയും ഫാമിലിയും അമേരിക്കയിലായിരുന്നു. ഇപ്പോൾ നാട്ടിൽ സെറ്റിലായി. അവരെ ഫാമിലി ഞങ്ങളുടെ വീട്ടിൽ വരും. ഇപ്പം നല്ല സ്നേഹമാണ്. സത്യത്തിൽ ആ ചേച്ചിക്ക് അവരുടെ അമ്മയെ പേടിയായിരുന്നു. അതുകൊണ്ടാണ് ചെറുപ്പത്തിൽ മിണ്ടാതിരുന്നത്. അതൊക്കെ ഇപ്പം പറയും. അജുവിൻ്റെ സ്റ്റോറി ആർക്കും കൊടുക്കണ്ട കേട്ടോ, നമുക്കും വരും ഒരു കാലം. എൻ്റെ വീട് അരിമ്പൂരാണ്. നിങ്ങൾ ഒരിക്കൽ എറവിൽ വന്ന് വീഡിയോ ചെയ്തില്ലേ ആ ഭാഗം? ഒരു ദിവസം നിങ്ങളുടെ വീട്ടിലും കടയിലൊക്കെ വരണം വരും. അപ്പോൾ കാണാം. സ്കൂൾ അടയ്ക്കട്ടെ. കണ്ട ഓരോരുത്തർക്ക് ഓരോ ഓർമ്മകൾ വരുന്നുണ്ട് അല്ലേ? അവരിങ്ങനെ ഇരുന്ന് കുത്തിയിരുന്ന് ടൈപ്പ് ചെയ്ത് ചെയ്യണ്ടേ? നമ്മളൊക്കെ ചെറുപ്പത്തിൽ വഴിയോടെ പോണ വണ്ടികളൊക്കെ നമ്മൾ എണ്ണും. നമ്മൾ ആദ്യം വണ്ടികൾ കണ്ടമാനം വന്നിട്ടുള്ളത് ഇവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു, ആൻഡ്രൂസ് സാറിൻ്റെ കല്യാണം. 1977 77 അല്ലെങ്കിൽ 76 കല്യാണം. ആ കല്യാണത്തിന് ഏറ്റവും കൂടുതൽ കാറുകൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. ആ കാറിന് ഒരു കാറ് വന്നിട്ടുണ്ടായിരുന്നു, എന്നിട്ട് പ്ലിമത്ത് ഇമ്പാല പോലത്തെ ഒരു കാറ്. അതിൻ്റെ ഹോണടിനെ അത് ഡ്രൈവറാണെങ്കിൽ അവിടുന്ന് കമ്പനി പഠിക്കുന്ന തൊട്ടിട്ട് ഈ ഓണടി അപ്പം എല്ലാ പിള്ളേരും ഓടി അവിടേക്ക്. പിന്നെ കാറുകൾ കല്യാണത്തിനേ കണ്ടമാനം കാറുകൾ. അവർ കാശുകാരായിരുന്നു അന്നത്തെ, ഗൾഫിലൊക്കെ പോയിട്ട് കാശുകാരായിട്ടുള്ള അവരാണ് ആൻഡ്രൂസ് ചേട്ടൻ. അപ്പോൾ അവരുടെ വണ്ടികളാണ്, അല്ല അവരുടെ കല്യാണത്തിന് വന്നിട്ടുള്ള വണ്ടികൾ പത്തനംതിട്ടയിൽ നിന്ന് എന്തുകൊണ്ടാണ് ചേച്ചീനെ കല്യാണം കഴിച്ചിട്ടുള്ളത്. പത്തനംതിട്ട എവിടെയാണ്? അല്ല പത്തനംതിട്ടയില്ല, പത്തനംതിട്ടയിൽ എവിടെ തന്നെയാണ്. അപ്പോൾ അവരെ കല്യാണത്തിലാണ് ഇത്രയധികം കാറുകൾ നമ്മൾ കണ്ടിട്ടുള്ളത്. കുറേ കാറുകൾ. നമ്മൾ സാധാരണ ഒരു കാറും ഒരു ബസ്സൊക്കെ പെണ്ണ് കാണാനായിട്ട് പെണ്ണ് കൊണ്ടുവരാനായിട്ട് പോവുക. ഒരു കാറുണ്ട് പെണ്ണിനും ചെക്കനും, പെണ്ണിനും ചെക്കനും മാത്രമല്ല, പെണ്ണിനും ചെക്കനും ഫാമിലിക്കും അവരുടെ മെയിൻ കുടുംബക്കാർക്ക് കയറാനാണ് കാറ്, അംബാസഡർ കാറ്. ബാക്കിയുള്ളവർക്കാണ് ബസ്. നമ്മുടെ കല്യാണത്തിന് അങ്ങനെ തന്നെയായിരുന്നു. നമ്മളൊക്കെ കൂടിയിട്ട് ഒരു അംബാസഡർ കാറിൽ 10-15 പേര് കയറിയിട്ടല്ലേ ഇവിടെ നിന്ന് പോയത് കൂട്ടി കൊണ്ടുവരാൻ വന്നിട്ട്. ഞാനങ്ങനെ പെണ്ണും ചെക്കനും ഡ്രൈവറും മാത്രം കാറിൻ്റെ പിന്നിൽ പെണ്ണും ചെക്കനും, ഫ്രണ്ടിൽ ഡ്രൈവർ മാത്രം. അങ്ങനെ ഈ പ്രദേശത്ത് കുറേ കല്യാണങ്ങൾ ചെറുപ്പകാലത്ത് നടത്തുന്നുണ്ട്. ആദ്യമായിട്ട് പെണ്ണും ചെക്കനും മാത്രമായിട്ട് ഇവിടുത്തെ കൊല്ലാമ്പലത്തെ അനിതേച്ചിയും മധുചേട്ടൻ്റെയും കല്യാണത്തിനാണ്. അവർ എത്ര അവർക്ക് മാത്രമായിട്ട് കാർ അന്ന് 10-40 അംബാസഡർ കാറുണ്ടായിരുന്നു മൊത്തം, അവരെ ഫാമിലി മൊത്തം. എല്ലാവരും കാറിലാണ് നിറയെ. അത് 1979-80 1979-80 79 തന്നെ 80 79 അല്ലെങ്കിൽ 80 അവരെ കല്യാണം കഴിഞ്ഞിട്ടുള്ളത്. ആ എന്താ ഞാൻ ജനിക്കണേല് മുന്നേ കല്യാണം നടക്കാൻ പാടില്ല ആരെയും. അല്ല അങ്ങനെയല്ല, അവരുടെ മക്കളൊക്കെ എന്നെക്കാളും ഭയങ്കര താഴെ പോലെ എനിക്ക് തോന്നിണ്ടേ. ഞാൻ വിചാരിച്ചു അപ്പൊ അതില് പെണ്ണും ചെക്കനും പിന്നിൽ മാത്രം ഇന്ന് പോകുമ്പോ നമ്മൾ അത്ഭുതത്തോടെ ഈ നാട്ടുകാരൊക്കെ പെണ്ണുങ്ങളൊക്കെ എന്താ കഥ ഇങ്ങനെ പെണ്ണും ചെക്കനും ഇങ്ങനത്തെ സംഭവം ആദ്യമായിട്ടാണ് ഞങ്ങളൊക്കെ കണ്ടത്. ഈ നാട്ടിലുള്ളവരൊക്കെ അത്ഭുത പരന്തരായി നോക്കി നിന്നു, പരതന്ത്രരായി നോക്കി നിന്നു. അവിടെ നിന്ന് 23 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മുടെ കല്യാണമായിരുന്നേ. എന്നിട്ട് വരെ നമ്മുടെ കാറിൽ നിറച്ച ആൾക്കാരുന്നു, ബന്ധുക്കളും. അവരെ വീട്ടിലത്തെ ഇവരെ ബന്ധുക്കള്, ഇവരെ മാമനും എല്ലാവരും അടക്കം ഒരു 12 പേരാണ്ടായിരുന്നു മൊത്തം കാറില്. ചേട്ടന് മടിയില്ലായിരുന്നു.
അടുത്തത് മിഥുൻ പി വേണു. ഞാൻ മാത്രമേ പേടിച്ചുള്ളൂ എന്നെനിക്ക് അറിയില്ല. മറ്റൊന്നിനും അല്ല, പെട്ടിക്കട കത്തിയ കഥ പറഞ്ഞ് അതിനൊരു വിഷ്വൽ ഇഫക്റ്റ് വരുത്താൻ ആ കുടിൽ കത്തിക്കുമോ എന്നായിരുന്നു പേടിയെന്ന്. നായകാരനെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. കഥ പറഞ്ഞിട്ട് അത് എങ്ങനെ കത്തിച്ചെന്ന് കാണിച്ചു തരാൻ വേണ്ടി കുടിലിൽ തീയിട്ടാലോ. അടുത്തത് ഷാനി ഡേവിസ്. ഓർമ്മകളെ ഓർത്തെടുക്കാൻ ഒരവസരം. നാട്ടിൻപുറം തെറികളാൽ സമൃദ്ധമായിരുന്നു അല്ലേ? പക്ഷേ ഞങ്ങളുടെ അവിടെ ആരും അങ്ങനെ തെറി പറഞ്ഞ് കേട്ടിട്ടില്ല. കുടിച്ചു വന്ന് അടുത്ത വീട്ടിൽ ബഹളങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ മാഷെ കണ്ടാൽ പിന്നെ പുക ഉണ്ടാവില്ല. വളരെ ശാന്തമായിരുന്നു ഞങ്ങളുടെ നാട്ടിൻപുറം. അതെ. അടുത്തത് ലീലാമണി പ്രഭ, നമ്മുടെ ലീലാമണി ചേച്ചി. അജു, ഇന്നത്തെ എപ്പിസോഡ് ഒരു പ്രത്യേക വൈബായിരുന്നു. കുറേ ചിരിച്ചു. ചെറുപ്പകാലത്തെ കഥകൾ ഇപ്പോൾ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമുള്ള ഓർമ്മകളാണ്. എല്ലാ നാട്ടിലും ഗ്രാമീണ ജീവിതത്തിൽ ഇതുപോലെയുള്ള കഥകൾ ധാരാളം ഉണ്ടാകും. ഞങ്ങളുടെ നാട്ടിൻ പുറത്തും ഉണ്ടായിരുന്നു ഒരു പഞ്ചായത്ത് കിണർ. മിക്ക ഗ്രാമത്തിലും ഉണ്ടാവും. വേനൽക്കാലമാകുമ്പോൾ ജലക്ഷാമം നേരിടുന്ന വീട്ടുകാർ ഒക്കെ ഈ പൊതു കിണർ ആണ് ഉപയോഗിക്കുന്നത്. ജലലഭ്യത ഉള്ള ഇടങ്ങളിലാണ് സാധാരണ പഞ്ചായത്ത് കിണർ ഉണ്ടാവുക. വേനൽക്കാലമായാൽ വീട്ടാവശ്യത്തിനുള്ള വെള്ളം കോരുന്നതും കുളിയും നനയും എല്ലാം അവിടെ തന്നെ. ഇടയ്ക്കിടെ ഭയങ്കര വഴക്കം ചീത്തവിളിയൊക്കെ കേൾക്കാം. കുറെ കാഴ്ചക്കാരും ഉണ്ടാവും. സരിത പറഞ്ഞ പോലെ ഞങ്ങളെ ആ പ്രദേശത്തോട്ട് പോകാൻ അമ്മ സമ്മതിക്കില്ല. അജുവിൻ്റെ കഥ കേട്ടപ്പോൾ 70കളിലെയും 80കളിലെയും നാട്ടിൻപുറം ഓർമ്മയിലെത്തി. അനുവാചകരെ ആകാംക്ഷയോടെ കേട്ടിരിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള അവതരണ ശൈലി സൂപ്പർ. ഓരോ ദിവസത്തെയും എഴുതി വയ്ക്കണം. ചെട്ടിക്കുളങ്ങര എന്ന സ്ഥലം മാവേലിക്കരയ്ക്കും കായംകുളത്തിനും ഇടയ്ക്കുള്ള സ്ഥലമാണ്. അതായത് ഓണാട്ടുകര പ്രദേശങ്ങളിൽ പെട്ട സ്ഥലം. ചെട്ടിക്കുളങ്ങര ഭരണി കേരളത്തിലെ പ്രസിദ്ധമായ ഉത്സവങ്ങളിൽ ഒന്നാണ്. അന്ന് ഓണാട്ടുകര പ്രദേശങ്ങളിൽ ഉണക്കക്കൊഞ്ചും മാങ്ങയും ചേർത്തൊരു വിഭവം ഉണ്ടാക്കും. വെരി ടേസ്റ്റി. റെസിപ്പി പറഞ്ഞു തരാം. ഓക്കെ. പണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഈ പഞ്ചായത്ത് കിണർ നിറയെ ഉപയോഗിക്കും. പിന്നെ പൈപ്പ്, റോഡ് സൈഡിലത്തെ പഞ്ചായത്ത് പൈപ്പുകളുണ്ടാവും. ഈ പഞ്ചായത്തിന് പൈപ്പിൻ്റെ അവിടെ വരിയായിട്ട് അങ്ങോട്ട് കുടങ്ങൾ വെച്ചിട്ടും പാത്രങ്ങൾ വെച്ചിട്ടും ഇതുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ വഴക്ക് നടക്കും. ഒരാൾ മുന്നിൽ കുടം വെച്ചു, അല്ലെങ്കിൽ ആ കുടം വെച്ച സ്ഥലത്ത് വേറെ ആൾ മാറ്റി വെച്ചു. ആ ആളെ കാണാണ്ടാവുമ്പോൾ വേറെ ആളുടെ അടുത്ത് വെച്ചു. ഇങ്ങനെ എന്നും സദാസമയം വഴക്കുണ്ടാവും. നമ്മുടെ ഈ തോട്ടങ്ങളെ പണിയേശ്ശേരി പീടിയുണ്ട്, ഇവിടെ പീടിയുണ്ട്. ആ പീടിയേരെ മുന്നിൽ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു. അവിടുന്ന് നേരെ ഇറക്കാണ്, ഇവിടുന്ന് റോഡിൻ്റെ നേരെ ഇറക്കാണ്. അപ്പോൾ വെള്ളം അവിടെ തൂങ്ങും. അപ്പോൾ ഈ പൈപ്പിൽ എപ്പോഴും വെള്ളം ഉണ്ടാവും. മനസ്സിലായ? ഈ പൈപ്പിൽ വെള്ളം ഉണ്ടാവണ കാരണം ഇവിടെയാണ് നിറയെ വരിക. അപ്പം നമുക്ക് 1982 84 അങ്ങോട്ടല്ലേ ഏറ്റവും വലിയ വരൾച്ച ഉണ്ടായിട്ടുള്ളത്. കൊടും വരൾച്ച ഉണ്ടായി. എല്ലായിടത്തും വെള്ളം, കിണറ്റിലത്തെ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞപ്പോൾ പൈപ്പാണ് ശരണം. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് വരെ നമ്മൾ വെള്ളം പറ്റാത്ത ഒരു ഏരിയയായിരുന്നു നമ്മുടെ ഇത്. ഇവിടുന്ന് നമ്മൾ വെള്ളം എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ എപ്പോഴും വഴക്കുണ്ടാവും. അതിലത്തെ ഒരു വഴക്കൊക്കെ ഭയങ്കര രസമാണ്. പക്ഷെ അത് പിന്നെ പറയാം. അടുത്തത് ശ്രീരഞ്ജിനി. സരിത പറഞ്ഞ പോലെ ഞങ്ങളുടെ വീട്ടിൽ ഒന്നും എടാ എന്നതായിരുന്നു വലിയ ചീത്ത. എൻ്റെ വീട്ടിൽ 5 ചേട്ടന്മാരായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ എത്ര കഷ്ടപ്പെട്ട് കാണും വളർത്താൻ. അമ്മയും ടീച്ചറായിരുന്നു, അച്ഛനില്ലെങ്കിൽ വീട്ടിൽ 5 പേരും കൂടി ഇടിയാവും. അച്ഛൻ വന്നാൽ എല്ലാവരും നല്ല കുട്ടികൾ. അജുവിൻ്റെ കഥ, അഭിനയം കേൾക്കാൻ നല്ല രസമാണ്. ആ ടീച്ചർമാരും മാഷന്മാരും അവരെ മക്കളിലൊക്കെ ഭയങ്കര അടുക്കും ചിട്ടയിലൊക്കെ ആയിട്ട് പണ്ടത്തെ മാഷന്മാരും ടീച്ചർമാരും കാര്യമായിട്ട് അതല്ല അന്നത്തെ. ഇപ്പോഴത്തെ അല്ല, അന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചീത്തയും തെറി കേൾക്കുന്നത് സാധാരണ ഈ ഇങ്ങനത്തെ വിദ്യാഭ്യാസം കുറഞ്ഞ വീടുകളിലാണ് കൂടുതൽ മറ്റൊരു അതൊക്കെ വലിയൊരു കുറ്റകരമായിട്ടുള്ള ഒരു ഇതാണ്. അവരെ പറഞ്ഞ് പഠിപ്പിക്കൂല, അവർ കേൾക്കാനായിട്ട് അച്ഛനമ്മമാർ സമ്മതിക്കൂല. അടുത്തത് രമണി പടിഞ്ഞാക്കര. നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ എന്ത് കമൻ്റാണ് ഇടേണ്ടതെന്ന് അറിയുന്നില്ല. അത്രയും സുന്ദരം, മനോഹരം. പിന്നെ അജുവിന് കാപ്പി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എനിക്കും കൊതി. എനിക്കും കാപ്പി നല്ല ഇഷ്ടമാണ്. ചേച്ചി ഇങ്ങോട്ട് വരൂ, ഞാൻ ഉണ്ടാക്കി തരാം. കാപ്പി സൂപ്പർ കാപ്പിയാണ്. അത് ബ്രൂ ഇൻസ്റ്റന്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് കാപ്പി കുടിക്കാൻ, മതിയാവില്ല. അടുത്തത് മീന ശ്രീധരൻ. സരിതക്കുട്ടി, ഇന്നലെ നിങ്ങളെ സ്വപ്നം കണ്ടു. എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു മോള്. ഞാൻ പറയാതെ തന്നെ എൻ്റെ പേര് പറഞ്ഞു. മോള് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. അജു ഈ പ്രായത്തിലും ഉണ്ണിപ്പുരയിൽ ചോറും കറിയും വെച്ച് കളിക്കുന്ന പോലെ തോന്നും. നിങ്ങളുടെ ജീവിതം കാണുമ്പോൾ ഈ സന്തോഷം എന്നും നിലനിൽക്കട്ടെ. അപ്പം മീന ചേച്ചിനെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഞാൻ ഇങ്ങനെ തിരിച്ചറിയാം, ഓടി വന്ന് കെട്ടിപ്പിടിക്കാൻ. എന്നെ ഓടി ഇങ്ങോട്ട് വന്ന് കെട്ടിപ്പിടിച്ചാൽ മതി, അപ്പം ഞാനും കെട്ടിപ്പിടിക്കാം. നമ്മുടെ കുടിലിൽ നമ്മൾ കഞ്ഞിയും കൂട്ടാനും വെച്ച് കളിക്കുന്നത് പണ്ടത്തെ ചെറിയ പിള്ളേർ കളിക്കുന്ന പോലെ ഇതാണ്. അതിൽ വയ്ക്കുന്ന പാചകത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. ചിലപ്പോൾ ഇന്ന് വെച്ച് തന്നെയായിരിക്കും പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും വയ്ക്കുന്നത്. പക്ഷെ എന്താ പറയുക, മുദ്രകള് ഇടയിൽ പറയണ പോലെ കഥകൾക്ക് വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ. ഞങ്ങള് സെയിം, ക്യാമറ സെയിം,
ചിലപ്പോൾ പാചകം സെയിം തന്നെയായിരിക്കും. സെയിം ആയിരിക്കും. അടുത്ത മിനി ദിവാകരൻ. ഗുഡ് മോർണിംഗ് അജു, സരിത, ജഗ്ഗു. ചെട്ടിക്കുളങ്ങര, ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലാണ്. എൻ്റെ അച്ഛൻ പണ്ടൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. അച്ഛൻ ഇപ്പോഴാണ് സിനിമ പിടിക്കുന്നതെങ്കിൽ അജുവിൻ്റെ കഥ മേടിക്കാമായിരുന്നു. അത് ഏത് സിനിമയാ അന്ന് നിർമ്മിച്ച സിനിമ? കേക്കട്ടെ, അടുത്ത കമന്റിൽ പറഞ്ഞോളൂ കേട്ടാ. അടുത്ത് ക്രിസ്റ്റി തോമസ്. സരിത ചേച്ചിയുടെ ഡ്രസ് ഉണ്ടപ്പോൾ മിസ്റ്റർ ബട്ട്ലർ സിനിമയിലെ ദിലീപിന്റെ കാർ ഓർമ്മ വന്നു. വെള്ളയമ കറുപ്പ ഡോട്ട്. അടുത്തത് ബഷീർ നിബ്രാസ്. അജു ചേട്ടന്റെ സംസാരത്തിൽ നർമ്മരസങ്ങൾ കേട്ട് ചിരിച്ചൊരു വഴിയായി. സൗദിയിൽ ജോലിക്കിടയിൽ ടെൻഷൻ മാറാൻ ഉപകരിച്ചു. സന്തോഷം. അടുത്തത് ഒരു പ്രവാസി. 17-18 നമ്മുടെ പറമ്പിൽ കൂടെയാണ് പോയത്. വാടക ചോദിച്ചു വാങ്ങിക്കണം. ഹെലികോപ്റ്റർ പോകുമ്പോ അപ്പൊ ഇന്നത്തെ കമന്റ് വായന നിർത്താണ് കേട്ടാ. എല്ലാവരും വീണ്ടും വീണ്ടും അടിപൊളിയായിട്ട് എഴുതിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ തീർച്ചയായിട്ടും വായിക്കും കേട്ടാ. എല്ലാവരും സർഗവാസനകളൊക്കെ ഉണർന്നു തുടങ്ങിയിട്ടിപ്പോ. അപ്പൊ നിർത്താം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.